ആഭ്യന്തര കുറ്റവാളി എന്ന ചിത്രം മെയ് 6 റിലീസിനെത്തി. അതിനുശേഷം തിയേറ്ററിൽ ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചിത്രത്തിന്റെ രണ്ട് നെടുന്തൂണുകൾ സംവിധായകനും നിർമ്മാതാവുമാണ് എന്നോടൊപ്പം ഉള്ളത്. സേതുനാഥ് പത്മകുമാർ, നൈസംസലാം, രണ്ടുപേർക്കും നമസ്കാരം. താങ്ക് യു ഫോർ യുവർ ടൈം. ആദ്യം തന്നെ അത് പറയട്ടെ. മെയ് 6 റിലീസിനെത്തുന്നു. ആ ചിത്രം ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് വരുന്നത് അല്ലേ? ഒരു നിർമ്മാതാവ് എന്ന രീതിയിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഇത് ചോദിക്കണം. അപ്പോൾ ഇതിന് പിന്നിൽ ഞാൻ ചോദിക്കുന്നത്, സേജോന് അറിയാം ഈ കഥ എടുക്കുമ്പോൾ തന്നെ ഇതൊരു വിവാദമാകും. അറിയാമായിരുന്നു. വിവാദമാക്കാൻ വേണ്ടിയിട്ടല്ല, പറയപ്പെടണമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. ഈ സബ്ജക്ട് അഡ്രസ് ചെയ്യണം എന്നുള്ളൊരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും. അതൊരു പ്രൊഡ്യൂസറിലോട്ട് പിച്ച് ചെയ്യുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവില്ലേ? ഇപ്പം മൈൻഡ് സെറ്റ് ഇല്ല, നല്ല ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും. പിന്നെ ഒരു പുതുമയുണ്ടായിരുന്നു. അത് തന്നെയാണ് ചെയ്യാൻ തീരുമാനിച്ച കാര്യം. എന്താ പറയുക, ഇപ്പം ആഭ്യന്തര കുറ്റവാളി ചർച്ച ചെയ്യപ്പെടുന്നു. എന്നാൽ ഇതിനു മുമ്പ് വന്ന കേസ് ഈ സിനിമ ചർച്ച ചെയ്യപ്പെട്ട അതിനെതിരായിട്ടല്ല, മറ്റൊരു തർക്കമായിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് സിനിമയുടെ കഥാപരമായിട്ട് ഉണ്ടാകാൻ പോകുന്ന ഒരു വിഷയങ്ങൾ അല്ലെങ്കിൽ ഒരു ഡിസ്പ്യൂട്ട് ഒരു സൊസൈറ്റിക്കുള്ളിൽ നമ്മൾ ഈ ഒരു കഥ മുന്നോട്ട് വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഗട്സ്, ഒരുപാട് പ്രശ്നങ്ങൾ ചിലപ്പോൾ അതിനിടയിൽ സംഭവിക്കാം. മനസ്സിലായി. അപ്പം അങ്ങനത്തെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ഉണ്ടായിരുന്നപ്പോൾ എന്തെങ്കിലും മുൻകരുതൽ എടുത്തിട്ടുണ്ടായിരുന്നു? അല്ല, മുൻകരുതൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് ഈ കഥ പറഞ്ഞു പോകുമ്പോൾ ആരെയും വിഷമിപ്പിക്കരുത്. നമ്മളിപ്പം 498A എന്ന് പറയുന്ന ഗാർഹിക പീഡന നിരോധന നിയമത്തെ പറ്റിയിട്ടാണ് സിനിമ സംസാരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഒരിടത്തും ഈ 498A എന്ന് പറയുന്ന നിയമം സെക്ഷൻ മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. അത് നല്ലത് തന്നെയാണ്. അതുകൊണ്ടാണ് ഒത്തിരി ഈ കേസുകൾ കുറഞ്ഞു വന്നത്. സ്ത്രീകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ. പക്ഷെ സിനിമ ചർച്ച ചെയ്യുന്നത് ഈ നിയമം വളച്ചൊടിക്കപ്പെട്ട് ഒരു 20% ആണുങ്ങൾ ഇതിൽ വിക്ടിംസ് ആക്കപ്പെടുന്നുമുണ്ട്. അതായത് 498A നല്ലതാണെന്ന് നമ്മൾ പറയുമ്പോഴും എവിടെയൊക്കെയോ ഇത് ആണുങ്ങൾക്ക് എതിരായിട്ട് ഉപയോഗിക്കുന്നു. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അതിൽ നമുക്ക് രണ്ടുപേർക്കും തർക്കമില്ല. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ആരാണേലും അതിപ്പോൾ ഹസ്ബൻഡ് വൈഫ് ആരാണേലും ശിക്ഷിക്കപ്പെടണം. പക്ഷെ ഹസ്ബൻഡ്സിനെ പെടുത്തുന്നതിന് വേണ്ടി ഇത് വളച്ചൊടിക്കപ്പെടുന്നുണ്ടോ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി എന്നെ സംബന്ധിച്ചത്. അതായത് സിനിമയെ പറയുന്ന പോലെ തന്നെ ഏകദേശം 100 കേസ് എടുത്താൽ 24 കേസുകളും ഫേക്ക് കേസുകളാണെന്ന് ഇന്ത്യൻ ജുഡീഷ്യറി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഞാൻ ചോദിക്കുന്നത്, ഈ സിനിമയുടെ കഥ എനിക്ക് തോന്നുന്നു ആസിഫിനോട് നറേറ്റ് ചെയ്യുന്നത് മഹാവീരർ സമയത്താണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതിനുശേഷം ഇപ്പോ ആസിഫിന് തുടരെ ഹിറ്റുകളാണ്. നിങ്ങൾ ഈ റിലീസ് ഡേറ്റ് വരുമ്പോഴേക്കും നിങ്ങളുടെ പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. ബട്ട് ഒരു ആഡഡ് പേടി, കാരണം തുടർച്ചയായ ഹിറ്റ് സ്ട്രീക്സ്, അതിനിടയിൽ നമ്മുടെ ഒരു സിനിമ വരുമ്പോഴേക്കും അത് ഇമ്പാക്ട്ഫുൾ ആയിരിക്കുമോ മുന്നേ ഉണ്ടായ ഹിറ്റുകളോളം എന്നൊരു തോട്ട് ഉണ്ടായിരുന്നു? അല്ല, നമ്മളും ഉദ്ദേശിച്ചത് എന്താണ്, ഇപ്പം പറയുന്ന ഓരോ സിനിമയും ആസിഫ് അലി എന്ന് പറയുന്ന നടന്റെ വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ടാണല്ലോ ഹിറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആസിഫ് ബ്രോയുടെ ഇനി വരാനിരിക്കുന്ന സബ്ജക്റ്റ് ഇതുവരെ പറഞ്ഞ സബ്ജക്റ്റുകൾ അല്ലാണ്ട് വ്യത്യസ്തമായൊരു പരിപാടി. ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു നമുക്ക്. അത് ചർച്ച ചെയ്യപ്പെടും, എന്തായാലും ആ ചർച്ച ഇന്ന് നടക്കുന്നുണ്ട്. അതിൽ സന്തോഷം. നിർമ്മാതാവിലേക്ക് വരുമ്പോ നമുക്കൊന്നും ചോദിക്കാൻ പാടില്ല, ബട്ട് എങ്ങനെ പോകുന്നുണ്ട് ഇപ്പോഴത്തെ കളക്ഷൻ? ആണ് പ്രതീക്ഷിച്ചതിനോളം ആണോ അത് എങ്ങനെയാണ്? ഇപ്പൊ എനിക്ക് അറിയില്ല തിയേറ്റർ സ്റ്റാറ്റസും. നമ്മള് പ്രതീക്ഷ കണക്കുള്ള റെസ്പോൺസ് ഉണ്ട്. വിദേശത്താണെങ്കിലും നമ്മൾ റിലീസ് ചെയ്ത ഡേയ്സ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് വർക്കായി. കുഴപ്പമില്ല, നന്നായിട്ടാണ് പോകുന്നത്. മാസാമാസം നിർമ്മാതാക്കളും കൂടി ആ കണക്ക് അതിപ്പോ കേരളത്തിലെ തിയേറ്ററുകളുടെ കണക്കാണ് പറയുന്നത്. ഒരിക്കലും ഒരു കേരളത്തിലെ റവന്യൂ വെച്ചിട്ട് മാത്രം ഒരു സിനിമ സക്സസ് ആണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കൊരു വിവാദം ഉണ്ടായ ഓഫീസർ ഓൺ ഡ്യൂട്ടി 11 crores എന്ന് അവർ പറഞ്ഞു. അത് കേരളത്തിൽ നിന്ന് വന്നതാണ്. പക്ഷെ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ വന്നില്ല. പക്ഷേ സിനിമ എന്ന് പറയുമ്പോൾ തിയേറ്റർ റവന്യൂ മാത്രമല്ല, ഫോറിൻ റൈറ്റ്സ് ഉണ്ട്, OTT സാറ്റലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ആയി വരുമ്പോൾ നമുക്കും ഹാപ്പി ആവും എന്നാണ് വിശ്വാസം. സംവിധായകൻ ഇപ്പൊ 12ഓളം സിനിമകൾ അസോസിയേറ്റ് ചെയ്തിട്ട് വിചാരിക്കുന്നു. പഠിത്തത്തിലാണെങ്കിൽ വേറൊരു സ്ട്രീം പഠിച്ചിട്ട് പിന്നെ സ്ക്രീൻ പ്ലേ ഡിപ്ലോമ കോഴ്സ് ചെയ്തിട്ട് ഫിലിം പിന്നീടല്ലേ ഇതിലേക്ക് വരുന്നത് തന്നെ? കുറച്ച് താമസിച്ചു എന്ന് പറയുന്നത്, ഞാൻ നമ്മുടെ വീടുകളിൽ സിനിമയായിട്ട് ഇപ്പം നമുക്ക് ആർക്കും തന്നെ ബന്ധങ്ങളും ആയിട്ടും എല്ലാവരും സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം എൻ്റെ അച്ഛനൊരു അഡ്വക്കേറ്റ് ആയിരുന്നു, അമ്മ ടീച്ചറായിരുന്നു. അപ്പം അവരുടെ അടുത്ത് ഞാനിത് 20ാമത്തെ വയസ്സിൽ ഈ ആഗ്രഹം പറയുമ്പം
അവരെന്നോട് പറയുന്നത് എന്താണ്, അത് വേണ്ട, ഡിഗ്രി കഴിയണം, ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ MBA കഴിയണം, അത് കഴിയുമ്പം ആസ് യൂഷ്വൽ നമുക്കൊരു ഇതുണ്ട്, എത്രയും പെട്ടെന്ന് ജോലി നേടണം, ആ ജോലി നേടി അവനൊന്ന് സ്വന്തം കാലിൽ നിൽക്കണം, സ്വന്തം കാലിൽ നിന്ന് അപ്പം പിടിച്ച് നമ്മളെ കെട്ടിക്കും, അങ്ങനെയൊക്കെ ആ ഒരു രീതിയിൽ പോയതാണ് ഞാൻ. ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിലും കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പം അന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ എന്തായിരുന്നു ആഗ്രഹിച്ചത്, ഞാൻ അതാണ് ആവേണ്ടത് എന്ന്. അപ്പം ഞാൻ അങ്ങനെ 33 വയസ്സുള്ളപ്പം ഇത് കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് വെസ്റ്റ്ഫോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു ശ്യാംധറുണ്ട്, അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് അവിടെ നിന്ന് ഒരു 1 ഇയർ PG ഡിപ്ലോമ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്ന കോഴ്സ് ചെയ്തു. അവിടെ വെച്ചാണ് ഞാൻ രതീഷ് ഷവി ഇഷ്കിൻ റൈറ്ററെ പരിചയപ്പെടുന്നത്. അപ്പം രതീഷ് ഷവിയുടെ കൂടെ സ്ക്രിപ്റ്റിന് അസിസ്റ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇഷ്കിൽ ചെല്ലേണ്ടത്. അങ്ങനെ ഇഷ്കിൽ ഫസ്റ്റ് അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്തു. അവിടെ നിന്ന് അന്വേഷണം, ആനപ്പറമ്പിലെ വേൾഡ് കപ്പ്, മഹാവീര്യർ, അടി, അങ്ങനെ ഒരു ഹെവൻ, അങ്ങനെ ഒരു കൂട്ടം പടങ്ങൾ ചെയ്തു അസോസിയേറ്റ് ആയിട്ട്. പക്ഷെ ഈ ഒരു സിനിമയുടെ നമ്മൾ ഈ പടത്തിലേക്ക് വരുമ്പോഴേ ഇങ്ങനൊരു വിഷയം എനിക്ക് തോന്നുന്നില്ല ഇവിടെ സംസാരിക്കപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ ഇപ്പോൾ സ്ത്രീകളെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള സംസാരിക്കപ്പെടുന്ന സൊസൈറ്റിയുടെ ഇടയിൽ പുരുഷന്മാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുത്തിടുമ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഉൾപ്പെടെ ഇപ്പം ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ വളരെ ട്രോൾ മെറ്റീരിയൽ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം കൂടിയുണ്ട്. മനസ്സിലായി. അതിനിടയിലേക്ക് സ്വാഭാവികമായിട്ടും പുരുഷന്മാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ പുച്ഛിച്ച് തള്ളിക്കളയാനുള്ള ഒരു സാധ്യത ഉണ്ടാകുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു? ഇല്ല, ഒരിക്കലും ഇല്ല. എന്തുകൊണ്ടാണ് പറഞ്ഞത്, അതിന്റെ തെളിവാണ് ഈ 9 ദിവസം അല്ലേ. ഈ സിനിമ ഫ്രം ദ സ്റ്റാർട്ട് റൈറ്റിംഗ് മുതലുള്ള കാര്യം അല്ല, ഞാൻ റൈറ്റിംഗിൽ എൻ്റെ ഒരു കോൺഫിഡൻസ് ഇതായിരുന്നു. ബിക്കോസ് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അതിപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഈവൻ ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ ഇതിലൊരു സ്ത്രീ മോശമാണെന്ന് പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ചാനലിൽ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ പെർസ്പെക്റ്റീവില് വന്നിരുന്ന 3 സ്ത്രീകളും മോശമായിട്ടാണല്ലോ ചിത്രീകരിച്ചത്, നിങ്ങൾ അതിൽ വില്ലൻ ഷെയ്ഡ് കൊടുത്തത് സ്ത്രീകൾക്കാണല്ലോ എന്ന് ചോദിച്ചു. എനിക്കതിൽ യോജിപ്പില്ല. ഇല്ല, ഞാൻ അതിന് കൊടുത്ത ഉത്തരവ് ഇത് തന്നെയായിരുന്നു. അതിലും മറ്റ് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. മക്കാരിക്കാട് ഭാര്യയുണ്ട്, എൻ്റെ രണ്ടാമത്തെ നായിക അനില വക്കീലുണ്ട്, ഈ പറയുന്ന സഹദേവന്റെ അമ്മയും പെങ്ങളും ഉണ്ട്. ഇവരൊന്നും ആരും ഞാൻ കുറ്റക്കാരികളാക്കിയിട്ടില്ല. അതായിരിക്കാം അവരുടെ ഇത് ഓരോരുത്തരും ക്യാരി ചെയ്യുന്നത് ഓരോ രീതിയിലായിരിക്കും. ഇത് ചിലര് ചോദിക്കുന്ന ചോദ്യത്തില് നിങ്ങൾ ഇവരുടെ ലെസ്ബിയൻസ് ആയിട്ടാണോ ചിത്രീകരിക്കാൻ പോണേ ഈ 2 പെൺകുട്ടികൾ? ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചിന്ത പോയാൽ എന്തിനു തെറ്റു പറയണം? അത് അവർക്ക് 2 പെൺകുട്ടികൾക്ക് ജീവിക്കണമെങ്കിൽ അത് ആ പേരിൽ ജീവിക്കട്ടെ. നമ്മൾ അതിലൊന്നും തെറ്റു പറയുന്നില്ല. മനസ്സിലായി. ഫ്രം ദ പ്രൊഡ്യൂസർ സൈഡ് നമ്മൾ ഈ സിനിമയുടെ നിർമ്മാണത്തിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഇപ്പം തിയേറ്റർ ചാർട്ടിങ്ങുകൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു 6-ാം തീയതിയാണ് ചോട്ടാ മുംബൈ റിലീസ് വരുന്നത്. ആ സമയത്ത് ഇപ്പം അന്നുണ്ടായ ഒരു ഭൂം ആ സിനിമയ്ക്ക് പിന്നീട് ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ആ സിനിമയുടെ വീഡിയോസ് ഒക്കെ വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയായിരുന്നു. ആഭ്യന്തര കുറ്റവാളി ഒരു സൈഡിൽ നിന്നുകൊണ്ട് പോസിറ്റീവായിട്ട് റെസ്പോൺസ് പോവുകയും ചെയ്തു. ഈ ഒരു 2007 റിലീസായ സിനിമയുടെ ക്ലാഷ് റിലീസുമായിട്ട് വരുമ്പോൾ ഒരു നിർമ്മാതാവ് എന്ന രീതിയിൽ എന്തെങ്കിലും ഉള്ള അല്ല, അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല. അല്ല, ലാലേട്ടൻ്റെ ഒരു ഫാൻസ്, അതിന് ഒരു സെപ്പറേറ്റ് ഓഡിയൻസ് ഉണ്ട്. പിന്നെ ഇതൊരു പുതിയ പടം ആയതുകൊണ്ട് ഇപ്പം ആക്ച്വലി ആ 6-ാം തീയതി വന്ന പടങ്ങളിൽ ബെറ്ററായിട്ട് പോയ പടം നമ്മളത് തന്നെയാണ് കളക്ഷൻ വൈസ്. അത് തീർച്ചയായിട്ടും അതിപ്പോൾ ചോട്ടാ മുംബൈ ഉണ്ടെങ്കിലും കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിത് നമ്മൾ തന്നെയായിരുന്നു ബെറ്റർ എന്നാണ് ഗ്രോസ് വെച്ചിട്ട് തോന്നുന്നത്. ഒരു പ്രൊഡ്യൂസർ സൈഡിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട് താങ്കളോട് സംസാരിക്കാൻ. കാരണം ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, കേസുകൾ ഒക്കെ വന്ന സമയത്ത് യു സ്റ്റുഡ് ബൈ യുവർ സ്റ്റാൻഡ്. ഞാൻ ഇതിലോട്ട് പിന്നോട്ട് പോകുന്നില്ല, ഞാനിത് എത്ര സമയം എടുത്താലും സുപ്രീം കോടതി വരെ പോയാൽ പോലും ഞാൻ ഈ സിനിമയ്ക്ക് ഞാൻ പിന്നോട്ടില്ല. വാട്ട് മെയ്ഡ് യു ടു ടേക്ക് ദാറ്റ് സ്റ്റാൻഡ്? എന്തായിരുന്നു ആ? അല്ല, അത് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളായിട്ട് ഇവരെ എൻ്റർടൈൻ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇത് ഭയങ്കരമായിട്ട് ഇതൊരു എന്താ പറയുക, ഇതൊരു തുടരെ വരുന്ന പ്രൊഡ്യൂസേഴ്സിനൊക്കെ ഇത് മതി. നമ്മളുടെ സ്റ്റാൻഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവരെ കൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. കാരണം ഇതൊരു വെക്കേഷൻ ഇറങ്ങേണ്ട പടമാണ്. വെക്കേഷൻ ഇറങ്ങിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിനും നല്ല റെസ്പോൺസ് കിട്ടേണ്ട സിനിമയാണ്. അപ്പോൾ അങ്ങനൊരു അവർ ചിന്തിച്ചിരുന്നതും അതാണ്. കാരണം ഏറ്റവും നല്ല സിനിമ ഏറ്റവും കൂടുതൽ റിലീസ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഈ വെക്കേഷൻ എന്ന് പറയുന്നത്. ആ വെക്കേഷനെ റിലീസ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിക്കാണ് ബ്ലാക്ക് മെയിൽ ചെയ്തത്. മീൻസ് ആ സമയം ആവുമ്പോൾ നമ്മൾ ആ റിലീസ് തള്ളിപ്പോകുമ്പോൾ നമ്മളതിനെ അവർ പറയുന്നത് അംഗീകരിക്കുമെന്ന് അവർ വിചാരിച്ചു. പക്ഷെ അതിന് പറ്റിയില്ല. അത് കാരണം ഞാൻ തീർച്ചയായിട്ടും ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മളിപ്പോഴും കോടതിയുടെ ഫൈൻഡിങ്സ് ഒക്കെ ഉണ്ട്. ഡിസ്ട്രിക്ട് കോർട്ടാണെങ്കിലും ഹൈക്കോർട്ടാണെങ്കിലും എല്ലാം പറയുന്നുണ്ട് നമ്മളിതിനകത്ത് കക്ഷിയല്ല.
നമ്മളിതിനകത്ത് ബന്ധമില്ല. ഇത് വളരെ 2022 നടന്നൊരു ഇഷ്യൂ ആണ്. അവർ തമ്മിലുള്ള ഒരു നേരത്തെ ഈ പടം ചെയ്യാനിരുന്ന കമ്പനിയില്ല, വൺ ഓഫ് ദ പാർട്ട്ണറുടെ പേഴ്സണൽ ലൈബിലിറ്റിയാണ്. യാതൊരു ബന്ധവുമില്ല. അത് ഇപ്പം നമ്മളുടെ ഇവർ പറയുന്നത് ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന സിനിമ ഞാൻ ആ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒന്നും മേടിച്ചിട്ടില്ല. കേരള ഫിലിം ചേംബറിൽ അവർ ആ സിനിമ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ആ ടൈറ്റിൽ ക്യാൻസൽ ചെയ്തു, അവരുടെ ബാനർ ക്യാൻസൽ ചെയ്തു. അതിനുശേഷം ഞാൻ പുതിയ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് എനിക്ക് ഫിലിം ചേംബറാണ് ഈ ടൈറ്റിൽ അനുവദിച്ച് തരണം. അപ്പോൾ അവരുമായിട്ട് ബന്ധമൊന്നുമില്ല ഇതിന് ആക്ച്വലി. പക്ഷേ അവർ ആ പാർട്ട്ണറുടെ എന്തോ ഡോക്യുമെൻറ്റോ കാര്യങ്ങളോ ഒക്കെ അയാളുടെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഇവർ ക്ലെയിം ചെയ്യാൻ നോക്കിയത്. പക്ഷെ അത് കോടതിക്ക് ആദ്യം തന്നെ മനസ്സിലായി, ഡിസ്ട്രിക്ട് കോർട്ടിന് ആദ്യം തന്നെ മനസ്സിലായി കേസ് നമുക്ക് അനുകൂലമായി വിധി തന്നാണ്. പിന്നെ ഈ കോടതി ഒരു ഇപ്പം നമുക്ക് അപ്പീൽ പോവാം, നമ്മൾ പറയുന്നത് ശരിയാണോ, അപ്പം നമ്മളെ ബുദ്ധിമുട്ടിക്കുക. പക്ഷെ അതിൽ കുറേ ബുദ്ധിമുട്ടി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇത്രയും ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടി ഒരു മലയാള സിനിമയിൽ ഒരു സിനിമ സുപ്രീം കോടതി വരെ പോയിട്ട് ഒരു കേസ് നടത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു. കേസ് നടത്തിയത് മാത്രമല്ല, ഏപ്രിൽ 17 റിലീസ് ചെയ്യേണ്ട പടം അക്രോസ് കേരള 450ഓളം 6 ഫീറ്റ് ഫ്ലക്സ് കയറിയായിരുന്നു, ഹോർഡിങ്സ് കയറിയായിരുന്നു, മെട്രോ പില്ലറിൽ. അത്രയും കാശ് നമുക്ക് ലോസാണ്. നമ്മൾ ആ 17 ചെയ്ത നമ്മൾ അത് കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്? ജൂണിലാണ് പടം വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് അതെല്ലാം പോയി. പിന്നെ കുറേയേറെ നമുക്ക് ഒന്നേന്ന് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ ലോസ് തന്നെയാണ്. നമ്മൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യണമെന്നുണ്ട്. കാരണം നമ്മൾ ബന്ധപ്പെടാത്തൊരു കാര്യത്തിന് നമുക്ക് ഓൾമോസ്റ്റ് ഇത്രയും കോടി രൂപയുടെ ഒരു ലോസ് ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഈ റിലീസൊക്കെ കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നൈസം സുലൈമാൻ എന്ന നിർമ്മാതാവ് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? കാരണം ഇതൊരു ചെറിയ കളിയല്ലല്ലോ. ഇപ്പോൾ ഒരു സിനിമ ഇപ്പോൾ പ്രേക്ഷകരുടെ സൈഡിൽ നിന്ന് നോക്കി നിങ്ങൾ റിലീസ് ചെയ്തിട്ട് മാറ്റി വെച്ചു എന്നുള്ളത് മാത്രമായിരിക്കും. പക്ഷെ ഇതിനുള്ളിലുള്ള ഒരുപാട് സംഭവങ്ങൾ വരാൻ പോകുന്ന നിർമ്മാതാക്കൾക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ താങ്കളുടെ സമയം ചോദിച്ചത് പോലും. ഇപ്പോൾ ഈ സിനിമയ്ക്ക് ഏപ്രിൽ 17 നിങ്ങൾ റിലീസ് ചെയ്ത് വെക്കുന്നു. ഈ ടൈറ്റിൽ നിങ്ങൾ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചിരുന്ന ടൈറ്റിലാണല്ലോ. അപ്പോഴൊന്നും വരാതെ പെട്ടെന്ന് ഈ ഒരു സംഭവമായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഇപ്പോൾ സാധാരണയായി നമ്മളിപ്പോൾ അൺടൈറ്റിൽഡ് ആയിട്ട് ഷൂട്ട് പോകുന്ന ഒരുപാട് സിനിമകളുണ്ട്. പക്ഷേ ഈ ടൈറ്റിൽ നിങ്ങൾ നേരത്തെ തീരുമാനിച്ച ടൈറ്റിലാണ്. ആ ടൈറ്റിലിന്റെ പേരിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ തമ്മിലുണ്ടാവുന്ന കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഈ കേസ് ഞങ്ങൾ തമ്മിൽ ഈ പറയുന്ന അവരുമായിട്ട് യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഉണ്ടായിട്ടില്ല. ഈ പടം ഡിസംബറിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്താണ് ഇവർ വെക്കേഷൻ ബെഞ്ച് എന്ന് പറഞ്ഞിട്ട് കോർട്ടിൽ ഡിസംബറിൽ ക്രിസ്മസിൻ്റെ സമയത്ത് കോടതി വെക്കേഷൻ ബെഞ്ച് പോയിട്ടാണ് ഇവർ ഒരു ഇഞ്ചക്ഷൻ ഒരു സ്റ്റേ പോലെ ഒന്ന് വാങ്ങിച്ചു. പക്ഷെ അത് നമ്മൾ ജാനുവരി 15 തന്നെ നമുക്ക് അനുകൂലമായിട്ട് വിധി കിട്ടി. നമ്മുടെ റിലീസ് ഏപ്രിലിൽ പ്ലാൻ ചെയ്തതാണ്. വീണ്ടും ഇവർ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി പോയിട്ട് ഒരു അപ്പീൽ പോയി. അപ്പം നമുക്ക് മനസ്സിലായി, കാരണം ഇനി നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് പടം റിലീസ് ചെയ്യണം. മെയ്യിൽ പടം റിലീസ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് കോടതിയും കേസും ഒക്കെ അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ ക്രൂ മെമ്പേഴ്സ് ആണെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാം പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. കാരണം തീർച്ചയായിട്ടും നമ്മൾ ഒരു വിധത്തിലും ഞാൻ അവരോട് പല പ്രാവശ്യം പറഞ്ഞു, ഞങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല. അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ കേസ് നടത്തൽ അത് മാത്രമല്ല, സിനിമ റിലീസ് തടസ്സപ്പെടുമ്പോൾ സെറ്റിൽമെൻറ്റ് ചെയ്യും. ഇതായിരുന്നു അവരുടെ പ്ലാൻ. അതുകൊണ്ടാണ് ഏപ്രിൽ 17 വെച്ചിരുന്ന പടത്തിന് ഏപ്രിൽ 8 മുതലാണ് ഡയറക്റ്റ് വിളിക്കാൻ തുടങ്ങിയത്. ഡയറക്റ്റ് വാട്സപ്പിലൊക്കെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ അത് ചെയ്യില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എന്നെ പറ്റി അറിയുന്നവർക്കെല്ലാം അറിയാം, എൻ്റെ സേതുവിനും അറിയാം. നമ്മൾ അങ്ങനെ ഒരു കാര്യം ഒരിക്കലും ചെയ്യില്ല. പക്ഷെ ഇപ്പോൾ അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ട്. പക്ഷെ അന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ വെക്കേഷനാണ്. സിനിമയുടെ കളക്ഷൻ ഇതൊന്നും അല്ല. കാരണം അത്യാവശ്യം റിവ്യൂ ഒക്കെ നന്നായിട്ട് വന്നൊരു പടമാണ്. തിയേറ്റർ റെസ്പോൺസ് ഒക്കെ നല്ലതായിരുന്നു. തീർച്ചയായിട്ടും കുറച്ചൊക്കെ ബാധിക്കും. എന്ന് വെച്ച് ഒരിക്കലും ഒരു തിയേറ്റർ റവന്യൂ കൊണ്ട് മാത്രം ഒരു സിനിമയും ഇപ്പൊ സക്സസിലോട്ട് പോകില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ദൈവം സഹായിച്ച് ഒത്തു വന്നാൽ ഹാപ്പിയാണ്. എനിക്ക് നിങ്ങളുടെ ലൈവ് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ ഈ റിലീസ് ചെയ്ത് മാറ്റിയിരിക്കുന്ന സമയത്ത് നിങ്ങൾ 3 പേരും, ആസിഫ് ഉൾപ്പെടെ, ലൈവിനപ്പുറത്തേക്ക് ബിഹൈൻഡ് ദ ക്യാമറ ആസിഫ് എങ്ങനെയായിരുന്നു ഈ ഒരു
പ്രശ്നങ്ങൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ റിലീസ് ഡേറ്റ് മാറ്റി വെക്കുമ്പോഴോ വാട്ട് വാസ് ഹിസ് പോയിന്റ് എന്തായിരുന്നു? അല്ല, ഒരു ആക്ടർ എന്നുള്ള ഒരു നിലയ്ക്ക് ഈ സിനിമ തന്നെ ആസിഫ് ഇപ്പൊ ഈ ഇതേ ചോദ്യം ഇപ്പൊ ബ്രദർ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തായിരുന്നു നിങ്ങളുടെ ധൈര്യം എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ഒരു ആസിഫിനെ പോലെ ഒരു നടൻ ഈ കഥ ചെയ്യാം എന്ന് പറയുന്നത് തന്നെയായിരുന്നു എൻ്റെ ഒന്നാമത്തെ ധൈര്യം. ഈ ചർച്ച ചെയ്യപ്പെടും, അത് വിവാദമാകുമോ എന്നുള്ള പേടി, അതിലെനിക്ക് ആസിഫ് ബ്രോ തന്ന ഒരു സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ട് തന്നെയായിരുന്നു ഈ പ്രശ്നം വന്നപ്പോഴും ഞങ്ങളുടെ കൂടെ നിന്നത്. എന്താണേലും, അതായത് റിലീസ് ഡേറ്റ് മാറ്റിയാലും കുഴപ്പമില്ല, എങ്ങനെയാണെന്ന് നിങ്ങൾ തീരുമാനിച്ചോ, ഞാൻ കൂടെ നിൽക്കുമെന്ന് അത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. ഇത് ആക്ച്വലി ഫസ്റ്റ് ഇങ്ങനൊരു സ്റ്റേ വന്നു എന്ന് എന്നെ ആദ്യം അറിയിക്കുന്ന ആസിഫാണ്. ഞാൻ നമ്മൾ പള്ളി നിസ്കരിച്ച് ഇറങ്ങുന്ന സമയത്ത് ആസിഫിൻ്റെ മെസ്സേജ് കണ്ടപ്പോഴാണ് നൈസാം ഇത് എന്താണെന്ന് ചോദിച്ചിട്ട് മെസ്സേജ്. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് അപ്പോൾ ഫാമിലി വീട്ടിൽ നിന്ന് കോൾ വന്നു, ഇങ്ങനൊരു സംഭവമുണ്ട്, ഇങ്ങനെ കോടതി സ്റ്റേ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല, റിലീസ് തടഞ്ഞു എന്നാണ്. നമ്മൾ റിലീസ് റെഡി ആയിട്ടില്ല, അപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷേ പിന്നെ ആസിഫ് എന്നോട് അപ്പം തന്നെ പറഞ്ഞു, ഇത് നമുക്കെല്ലാം അറിയാമല്ലോ, നമുക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം, അതുകൊണ്ട് ഒന്നുമില്ല, എനി പബ്ലിസിറ്റി ഗുഡ് പബ്ലിസിറ്റി എന്നുള്ളതായിരുന്നു ആസിഫിൻ്റെ ഒരു ലൈൻ. അത് തന്നെയാണ് ഇപ്പോൾ ഈ സിനിമയ്ക്ക് സംഭവിച്ചത്. കാരണം അവർ ആഭ്യന്തര കുറ്റവാളി എന്നുള്ള ടൈറ്റിൽ നിരന്തരം ഇഷ്യൂസിൽ ആദ്യം നമുക്ക് അനുകൂലമായൊരു വിധി വന്നപ്പോഴും നമ്മൾ വീണ്ടും ഒരു കോൺട്രവേഴ്സി വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് അനുകൂലമായ വിധി വന്നു എന്ന് പറഞ്ഞ് നമുക്ക് മാർക്കറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ അതിനൊന്നും കുറേ കാര്യങ്ങളുണ്ടല്ലോ, പടത്തിൻ്റെ ബിസിനസ്സുകളൊക്കെ ബാധിക്കാം, അതുകൊണ്ട് അതൊന്നും ചെയ്തില്ല. പക്ഷേ രണ്ടാമത് നമുക്ക് തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ പ്രതികരിക്കുക. ഇനി നമ്മൾ മീഡിയാസിൽ വന്നില്ലെങ്കിൽ നമുക്കത് മോശമാണ്, സിനിമയെ അവരുടെ ഉദ്ദേശം നടക്കാൻ പാടില്ലല്ലോ. അപ്പം നമ്മൾ അങ്ങനെയാണ് ലൈവ് വന്നതും അന്ന് പ്രസ് മീറ്റ് വിളിച്ചതും ഒക്കെ. ഒരു 12 സിനിമകൾ അസോസിയേറ്റ് ചെയ്ത ഒരു സംവിധായകൻ എന്ന രീതിയിൽ ഒരു അസോസിയേറ്റ് ഡയറക്ടറോട് ഞാൻ ചോദിക്കുന്നത്, ഒരു നവാഗത സംവിധായകൻ ഈ ഫീൽഡിൽ എത്തിപ്പെടാൻ പാടാണ്? അത് എന്താ പറയുക, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞു, സിനിമ മാത്രമല്ല നമ്മൾ ഏത് പ്രൊഫഷനിലാണെങ്കിലും. ഇപ്പം ബ്രദർ ഇന്നിരുന്ന് എന്നോട് ചോദ്യം ചോദിക്കുന്ന ഈ പൊസിഷനിലെത്താൻ താങ്കളുടെ എഫേർട്ട് ഭയങ്കര അല്ലേ. നമ്മൾ ജേർണലിസം പഠിക്കണം, അത് കഴിഞ്ഞ് ആദ്യം ഒരു ദിവസം ഒന്നും ഇരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്, അല്ലെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് എനിക്കൊന്ന് വളരെ റെയറായിട്ടാണ് അതിനൊരു ഭാഗ്യം കിട്ടുന്നത്. നല്ലൊരു എന്താ പറയുക വിൽ പവർ, ആഗ്രഹം, അതിനോട് തീക്ഷ്ണമായ ആഗ്രഹമാണ്. അത് തീക്ഷ്ണമായ ആഗ്രഹം ഉണ്ട്, ഉറപ്പായിട്ടും അത് നേടാൻ പറ്റും. പക്ഷെ എവിടെയൊക്കെയോ ഇപ്പം ഈ സിനിമ തന്നെ ഞാനൊരു 2021 അല്ല 22 മഹാവീര്യത നടക്കുമ്പോഴാണ് കഥ പറയണേന്ന് പറഞ്ഞാൽ, അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു 3 വർഷത്തെ അല്ല 4 വർഷത്തെ എഫേർട്ടാണ് സംഭവിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പം ഇതിനിടയ്ക്ക് പല പ്രശ്നങ്ങളുണ്ടാവും, നമ്മൾ ഒന്നും ഫെഡപ്പ് ആവരുത്. പക്ഷെ നമ്മളൊരു ദിവസം എന്താണോ ആഗ്രഹിക്കുന്നത് അവിടെ എത്തിച്ചേരാനായിട്ട് മനസ്സിറങ്ങി പ്രാർത്ഥിച്ച് അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ ഉറപ്പായിട്ടും എത്തിപ്പെടാൻ പറ്റും. ഈ സിനിമയില് നായികമാര് മെൻഷൻ ചെയ്യണമെന്ന് പറയാനുള്ള കാരണം പുതുമുഖങ്ങളാണല്ലോ. അതെ, എനിക്ക് തോന്നുന്നു ശ്രേയ അഭിനയിച്ചിട്ടുള്ളത്. ഈ അൺനോൺ ഫേസ് ആയിട്ട് കൊണ്ടുവരാനുള്ള കാരണം ഈ ക്യാരക്ടേഴ്സിന്റെ ഷെയ്ഡാണോ, അതാണോ അതിന് പ്രധാനപ്പെട്ട? ഞാൻ ആ ഇതിപ്പം ആസിഫ് ബ്രോയുടെ കഥ പറഞ്ഞപ്പോഴാണെങ്കിലും നൈസാമക്കയുടെ കഥ പറഞ്ഞപ്പോഴാണെങ്കിലും ഞാൻ ആദ്യം വെച്ചൊരു സജഷൻ ആയിരുന്നു, ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് വേണ്ട നമുക്ക്. എന്തുകൊണ്ടാ പറഞ്ഞാൽ പ്രെഡിക്റ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം വരുമല്ലോ, നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യേണ്ട. ഒരു സാധാരണ പെൺകൊച്ചിനെ കൊണ്ടുവന്ന് അഭിനയിക്കാൻ അറിയാവുന്ന ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് നമുക്ക് അഭിനയിപ്പിക്കാം, അതായിരിക്കും. കാരണം എനിക്ക് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടപ്പോൾ ആസിഫിനെ അറിയാം, ഒരു പുറകെ നിൽക്കുന്ന 2 നായികമാരെയും മനസ്സിലായില്ല. സോ ആസിഫ് കുറച്ച് സിനിമകൾ ഒക്കെ തന്നെ നമുക്ക് നോൺ പേയേഴ്സ് ആയിട്ടാണ് ആസിഫിനെ കണ്ടിട്ടുള്ളത്. അൺനോൺ ആയിട്ട് വന്നപ്പോൾ ഉണ്ടായ ഒരു കൗതുകം. അല്ല, ഇത് തന്നെയായിരുന്നു, ക്യാരക്ടറുകളെ ആർക്കും പിടുത്തം കിട്ടരുത്. ബിക്കോസ് സഹദേവൻ അനുഭവിക്കുന്ന പ്രശ്നം കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. പക്ഷെ ഈ പെൺകുട്ടികളുടെ പ്രശ്നം എന്താണ്, ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറയുന്ന ഒരു ചിന്ത ജനത്തിന്റെ മനസ്സിൽ ഇരുന്നോട്ടെ സിനിമ കാണുമ്പോൾ എന്നുള്ളത് തന്നെയായിരുന്നു. ഇതിന്റെ കാസ്റ്റിംഗ് ഇപ്പം നായികമാരുൾപ്പെടെ ഇപ്പം ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഉൾപ്പെടെ പ്ലേസ് ചെയ്യുന്നത് ഒരു നിർമ്മാതാവിനെയും കൂടെ വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾ കാസ്റ്റിംഗിന്റെ കാര്യം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പോയിന്റ്സ് ചിന്തിക്കാറുണ്ട്? ആ ക്യാരക്ടറിന് ആവശ്യമാണ് ഈ നടൻ എന്നുള്ളത് മാത്രമാണോ, ഓർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്ന ഒരു പ്രധാന സംഭവമുണ്ട്, അത് നിങ്ങൾ തമ്മിലുള്ള ഡിസ്കഷനിടയിൽ സംഭവിക്കാറുണ്ടോ? മാർക്കറ്റ് വാല്യൂ അല്ല, സേതു എന്നോട് വന്ന് കഥ പറയുമ്പോൾ ഇന്ന ക്യാരക്ടേഴ്സ് ഇന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു. അതിലൊരു 90% ആൾക്കാരും കറക്റ്റ് തന്നെയായിരുന്നു. ഹീറോയിൻസിന്റെ കാര്യത്തിൽ നമ്മൾ പുതിയ ആളാണെങ്കിലും ഓക്കെ എന്നുള്ളതായിരുന്നു. ഇപ്പം മക്കാരിക്ക എന്ന് പറയുമ്പോൾ ഞാൻ ഹരിശ്രീ അശോകൻ ചേട്ടൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ എങ്ങനെ ഹരിശ്രീ അശോകൻ ചേട്ടൻ
പ്രസന്റ് ചെയ്യണം. അവിടെയാണ് പുള്ളിയുടെ രൂപവും പുള്ളിയുടെ ഡയലോഗ് ഡെലിവറിയുടെ ഒരു സ്റ്റൈലും എല്ലാം ഒന്ന് മാറ്റി നോക്കി. അതിന് ആരായിരിക്കണം ഈ അച്ഛൻ, അതെ, ഒത്തിരി പേര് വിളിച്ചു. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അത് ചെയ്യാൻ. വളരെ എനിക്ക് തോന്നുന്നു ഒരു 3-4 മിനിറ്റേ ഉള്ളൂ അശോകൻ ചേട്ടൻ. എന്നിട്ടും അശോകൻ ചേട്ടൻ അത് ചെയ്യാമെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ചെയ്തതിന് ശേഷം ആ നടൻ തന്നെ നമ്മളെ വിളിച്ചിട്ട്, എടാ എനിക്ക് ഒത്തിരി ഇടത്തുനിന്ന് കോൾ വരുന്നുണ്ട്, എനിക്ക് വലിയൊരു ചേഞ്ചായി എന്ന് പറയുന്നിടത്ത് നമ്മൾ ആസ് എ ഡയറക്ടർ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം സിദ്ധാർത്ഥിൻ്റെ ആണെങ്കിലും എൻ്റെ മനസ്സിൽ പീറ്റർ എന്ന് പറയുന്ന ആള് മകളെ കാണാൻ വേണ്ടി കഷ്ടപ്പെട്ട് എന്ന ഒരു അച്ഛനാണ് കേസ് കിടത്തുന്നത്. ഒരു ദൈന്യത വേണം അദ്ദേഹത്തിന്റെ മുഖത്ത്. ഞാൻ നോക്കുമ്പം അത് ഏറ്റവും നന്നായിട്ട് പോർട്രേ ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ മുഖം സിദ്ധുവാണ് എനിക്ക്. അപ്പം നൈസാമുക്ക് തന്നെയാണ് സിദ്ധുവിനെ ഫ്ലാറ്റിലേക്ക് വിടുന്നത്. ഞാൻ 2 സീനേ ഉള്ളൂ സിദ്ധു എന്ന് പറയുമ്പം സിദ്ധു ഇല്ല കേൾക്കാൻ പറഞ്ഞു. കേട്ട് കഴിഞ്ഞിട്ട് 2 സീന് ഇത് സ്ക്രിപ്റ്റ് ഒന്നോടെ വായിക്കാമോ? ആള് 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് വിളിക്കുവാണ്. എൻ്റെ ഈ നമ്പറില്ലായിരുന്നു. വിളിച്ചു പറഞ്ഞു, നമ്മൾ ചെയ്യും, നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഡെപ്തുള്ള ഇത്ര ഇമോഷണൽ ഉള്ള ഒരു ക്യാരക്ടർ എനിക്ക് തന്നതിന് താങ്ക്സ് കേട്ടോ. അതും നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ സിനിമയുടെ ആദ്യം ഇപ്പം ജസ്റ്റ് ഫോർ പ്രേക്ഷകർക്കും കൂടെ അറിയാൻ വേണ്ടിയാണ്, ഏപ്രിൽ 17 പിന്നീട് അതിനുശേഷം ഇപ്പോൾ റിലീസിനും കൂടി എത്തുന്ന സമയത്ത് നിങ്ങളുടെ തിയേറ്റർ ചാർട്ടിങ്ങുകൾ ഡിഫറൻസസ് ഉണ്ടായിട്ടുണ്ടോ? അല്ല, തിയേറ്റർ നമുക്ക് ഒത്തിരി തിയേറ്റർ ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് അന്ന് പ്ലാൻ ചെയ്തതും ഇന്ന് പ്ലാൻ ചെയ്തതും കൂടുതലായിരുന്നു കൂടുതലായിരുന്നു 200 തിയേറ്ററിൽ 206. അല്ല, എനിക്ക് തോന്നുന്നത് ഇവര് പറയുന്നത് ഏപ്രിൽ 17 നമുക്ക് ഇത്രയും തിയേറ്റർ ഇല്ലായിരുന്നു. ശരിക്കും ഇപ്പൊ കൂടുതൽ മനസ്സിലായുള്ളൂ. അതായത് വേൾഡ് വൈഡ് റിലീസ് ചെയ്യാൻ പറ്റി. അന്ന് നമ്മള് ഒരുപക്ഷെ കേരളം മാത്രമേ അന്ന് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. കാരണം അതെന്താ കേസ് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് കണ്ടന്റ് കൊടുക്കാനോ അവരോട് ഒരു എഗ്രിമെന്റിൽ പോകാനോ ഒന്നും പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു പരിധി വരെ ഗുണവുമായി നമ്മളെ പ്രിന്റ് ആൻഡ് പബ്ലിസിറ്റി കോസ്റ്റ് ഒക്കെ പോയെങ്കിലും നമുക്കൊരുവിധം പടം എല്ലായിടത്തും എനിക്ക് എൻ്റെ അതെ അല്ല എൻ്റെ ഒരു ഇതില് ആസിഫിന്റെ തന്നെ കഴിഞ്ഞ ഇതുവരെയുള്ള എല്ലാ പടങ്ങളെക്കാൾ കൂടുതലാണ് ഓവർസീസ് പടം റിലീസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ പടങ്ങളെക്കാളൊക്കെ ഒത്തിരി സ്ക്രീൻസ്. അതായത് എനിക്ക് തോന്നുന്ന നോൺ GCC അവിടെ ഒത്തിരി US ഒത്തിരി തിയേറ്റർ ഉണ്ടായിരുന്നു, പടം ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു കാര്യമായിരുന്നു. നമുക്ക് റിലീസ് ഡേറ്റ് മാറിയപ്പോൾ എല്ലാ പ്രഷർ കുക്കർ പരിപാടിയും കഴിഞ്ഞപ്പോൾ ഒരു സക്സസ് നിൽക്കുമ്പോൾ ഒരു ഹ്യൂജ് റിലീഫ്, ഒരു ശ്വാസം വിടാനുള്ള സംഭവം. അതായത് കുക്കറിന് ഇറങ്ങി. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, ഇതൊരു നല്ല സിനിമയാണ്, ഒരു ആൾക്കാർക്ക് ഫീൽ ഗുഡ്. എന്നാൽ ഒരു മോശം സിനിമയാണ് എന്ന് പറയില്ല എന്ന് ഞാൻ സീസണിനോട് നമ്മൾ പ്രൊഡക്ഷൻ കഴിഞ്ഞ് വന്ന് അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ തന്നെ റീറെക്കോർഡിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞു സിനിമ നല്ലതാണെന്ന് പറയും, ബാക്കി ദൈവത്തിൻ്റെ കയ്യിലാണ്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ തിയേറ്ററിൽ വന്നിരിക്കുന്ന റെസ്പോൺസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹാപ്പിയാണ്. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത സിനിമയും കഠിനകടോരം എന്ന് പറയുന്നൊരു പടമാണ്. അത് ഇതുപോലെ ആയിരുന്നു, വളരെ ചർച്ച ചെയ്യപ്പെട്ടു. അത് അതെ വളരെ നല്ല സിനിമയായിരുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാർ സിനിമ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ ചെയ്ത 2 സിനിമയും നിങ്ങൾക്ക് വളരെ കുറെ കാലങ്ങൾ കഴിയുമ്പോൾ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള രീതിയിൽ. അങ്ങനെയൊന്നുമില്ല, കുറച്ച് ഇമോഷണൽ ജീവിയാണ്. പക്ഷെ അത് ബേസിലൊക്കെ പറയാറുണ്ട് പെട്ടെന്ന്. ഇപ്പോൾ ആസിഫും ഒക്കെ അങ്ങനെയാണ്. നമ്മൾ ആസിഫുമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മളൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ കണ്ണും നിറയും പുള്ളിയുടെ കണ്ണും നിറയും. അപ്പം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തോ അങ്ങനെ സംഭവിക്കുന്നു. പക്ഷേ നമ്മൾ എപ്പോഴും തിയേറ്ററിൽ നിറഞ്ഞോടുക എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് സിനിമ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ജോണറൊന്നുമില്ല, ഈ സിനിമയെ ഓടൂ ആ സിനിമയെ ഓടൂ, അത് ടൈം, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, വിത്ത് രണ്ടുപേരുടെയും പെർമിഷൻ ഞാൻ കഠിനകടനത്തെ കുറിച്ച് ഒറ്റ ചോദ്യം ചോദിക്കാം. അതായത് ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ. പക്ഷേ തിയേറ്ററിൽ ഞാൻ കയറിയ സമയത്ത് വലിയ തിരക്കുകൾ കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ ഇറ്റ് ഡിസേർവ് മോർ സക്സസ് എന്ന് ഭയങ്കരമായി ഉള്ളിൻ്റെ ഉള്ളിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഫ്രെയിം കാണുമ്പോൾ തോന്നുന്നുണ്ട്. ആ സിനിമ പ്രത്യേകിച്ച് ആ OTT ബൂമൊക്കെ വരുന്ന ആ ഒരു ടൈമും കൂടിയായിരുന്നല്ലോ. തിയേറ്റേഴ്സിൽ ഉണ്ടാകാനുണ്ടായിരുന്ന ആ ഒരു തോട്ട് പ്രോസസ്, അല്ലെങ്കിൽ റിലീസ് ചെയ്താൽ നിങ്ങൾ ഒരു ഫസ്റ്റ് പ്രൊഡക്ഷൻ വെഞ്ചർ എന്ന രീതിയിൽ ഒരു ഹ്യൂജ് സക്സസ് ആ സിനിമയിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നു ഇൻ തിയേറ്റേഴ്സ്? ഇല്ല, ഞാൻ ആക്ച്വലി ആ സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ബേസിലിൻ്റെ വലിയ ഹീറോ ആയി വരുന്നതേ ഉള്ളൂ. ആ സമയത്ത് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അഡ്വാൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ആ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ബേസിലിനോട് അഡ്വാൻസ് കൊടുത്തിട്ട് ഞാൻ ആദ്യം പറഞ്ഞു
ഇതൊരു നല്ല സിനിമയായിരിക്കും, പക്ഷെ തിയേറ്ററിൽ ഓടുമോ അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് ഒരുപാട് പൈസ കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്യുന്ന സിനിമ അല്ല ഇന്ന് നിർമ്മാതാവ് എന്ന് ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് തുടങ്ങിയത്. പക്ഷെ എന്തോ ദൈവാധീനം ഞാൻ തിരിച്ചു കേട്ടുള്ളൂ നടൻ നിർമ്മാതാവ്. അല്ലല്ല, ഞാൻ അങ്ങോട്ടാ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞു ഇതൊരു ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും, പക്ഷെ തിയേറ്റർ റെസ്പോൺസ് കുറവായിരിക്കും. കാരണം OTT ഒക്കെ വന്നു. ഒരുപക്ഷെ OTT വരാത്തൊരു കാലമായിരുന്നെങ്കിൽ ആ സിനിമ സൂപ്പർ ഹിറ്റാണ്. കാരണം ആൾക്കാർക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, ഓപ്ഷൻ ഉണ്ടല്ലോ. പക്ഷെ എന്തോ നമ്മളുടെ ദൈവാധീനം എന്ന് പറയാം, നമ്മൾ ആ പടം നമുക്ക് ലാഭമായിരുന്നു, സേഫായിരുന്നു. സേഫ് ആവുക എന്നുള്ളതാണ് സിനിമയിലെ സൂപ്പർ ഹിറ്റിന് തുല്യം. സിനിമയെ അപേക്ഷിച്ച് അത് സേഫ് ആവുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് സക്സസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിനാൻഷ്യലി സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രാജുവലി വരും, കുറേ കാൾ കഴിയുമ്പോൾ വരും. സർവൈവ് ചെയ്യുക. സിനിമ ഇപ്പോൾ സേതുവിനെ പോലെ ഒരു പുതിയ ഡയറക്ടർ, ഇതിനു മുമ്പ് ചെയ്തത് പുതിയ ഡയറക്ടർ, അതിന് മുമ്പ് ആദ്യം ചെയ്യുന്ന പടം അടി കപ്പിയറ കൂട്ടമണിയുടെ ഡയറക്ടർ വെച്ചിട്ടാണ്. അത് മൂന്നാമത്തെ പടമാണ്. ഇപ്പോൾ 2 പുതിയ ഡയറക്ടേഴ്സ്. പിന്നെ ഞാനും ഡയറക്ഷൻ ചെയ്യാൻ ആഗ്രഹിച്ച് സിനിമയിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ്, ഡയറക്റ്റ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. അതെന്തോ ആക്സിഡൻ്റലി ഒരു ഫ്രണ്ടിനെ സഹായിക്കാൻ പോയി ആക്സിഡന്റ് പ്രൊഡ്യൂസറായി, പിന്നെ ഇപ്പോൾ അത് സെറ്റായി. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം, ഞാൻ അതുകൊണ്ട് മാത്രമാണ് ചോദ്യം ചോദിച്ചത്. ആൻഡ് ഈ സിനിമയിലേക്ക് ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോഴേക്കും ഒരു ഹ്യൂജ് സക്സസ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നത്, ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ലല്ലോ. ആളുകൾക്ക് അത് സക്സസ് ആണ് എന്നുള്ളതാണെങ്കിൽ ആളുകൾ തിയേറ്ററിലേക്ക് വരും. നമ്മൾ പണ്ട് പറയുന്ന ട്രോളുകളാണ്, സക്സസ് എന്ന് പറഞ്ഞാൽ ആദ്യ ദിവസം തന്നെ അതിൻ്റെ ആഘോഷമായി കഴിയും സക്സസ് എന്ന് പറഞ്ഞിട്ട്. ബട്ട് സെക്കൻഡ് വീക്കിലേക്ക് റൺ ചെയ്യുന്നത് OTT ഒക്കെ വരുമ്പോഴേക്കും ഒരു 1 month ഒക്കെയാണ് ഒരു മാക്സിമം സ്പാൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 2 weeksലേക്ക് സിനിമ കടക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഇതുപോലത്തുള്ള കണ്ടന്റുകൾ ഇനിയും വരണം എന്നുള്ളതാണോ താങ്കളുടെ പോയിന്റ്? അതോ ഒരു സ്ത്രീകളെ എതിർക്കുന്നില്ല, സ്വാഭാവികമായിട്ടും സ്ത്രീകൾ അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവർക്ക് വേണ്ടി തന്നെയാണ് ലോ നിൽക്കേണ്ടത്. ബട്ട് പുരുഷന്മാരിലേക്കും ഒരു കണ്ണും എത്തണം എന്നുള്ളതാണോ താങ്കൾ മുന്നോട്ട് വയ്ക്കുന്നത്? അല്ല, ഈ ചിത്രം പറഞ്ഞതിൽ വ്യക്തമായി എനിക്ക് ധാരണ ഉണ്ടായിരുന്നു. അഡ്രസ് ചെയ്യപ്പെടാത്ത ഈ 24% നിൽക്കുന്ന ആണുങ്ങളുടെ കഥ തന്നെ പറയണമെന്നുള്ളത്. അപ്പം അതിനൊരു എക്സാമ്പിൾ, എന്നെ ഒരാൾ വിളിച്ചു ഒരു ദിവസം രാത്രി. ആൾ വിളിച്ച് ഒരു കഥ പറഞ്ഞു. ജസ്റ്റ് ഞാൻ മകന് വേണ്ടി കേസ് നടത്തിയ ഒരു അച്ഛനാണ്. അപ്പം അന്ന് കോടതിയിൽ സാറിൻ്റെ കഥയിൽ ഇരിക്കുന്ന പോലെ തന്നെ എൻ്റെ വക്കീൽ അത്രയും വാദിച്ചില്ല. അപ്പം ഞാൻ അന്നാണ് ആദ്യം കയറി വാദിച്ചത്. ആ കുട്ടി എനിക്ക് വിട്ടു തന്നു എന്തായാലും കോടതി. അപ്പോൾ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പം അയാൾ പോയിട്ട് LLB എടുത്ത് ഇപ്പം അയാൾ മെൻസ് റൈറ്റ് ഫൗണ്ടേഷൻ്റെ ആലുവ ഇതിലെ സെക്രട്ടറിയാണ്. കോടതി കയറി ഇറങ്ങി മകനെ നേടിയെടുത്തു. അതിൻ്റെ വാശിയിൽ അയാൾ പോയി LLB എടുത്ത് ഇപ്പം അഡ്വക്കേറ്റ് ആയിട്ട് ആള് പ്രാക്ടീസ് ചെയ്യണമുണ്ട്. മെൻസ് റൈറ്റ്സ് ഫൗണ്ടേഷൻ്റെ സെക്രട്ടറിയാണ്. ഞാൻ പറഞ്ഞു ഇത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടണം, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് എഴുതി ടാഗ് ചെയ്യുമെന്ന് പറഞ്ഞു. എൻ്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കി അറിയാം, ആളുടെ പേര് ഉൾപ്പെടെ മകൻ്റെ ഫോട്ടോ ഉൾപ്പെടെ പുള്ളി അത് ടാഗ് ചെയ്തിട്ടിട്ടുണ്ട്, പുള്ളിയുടെ എക്സ്പീരിയൻസ്. അങ്ങനെ കുറേ എക്സ്പീരിയൻസ് നമ്മളെ പേഴ്സണലി എനിക്ക് ഇന്ന ഭാഗം കണക്റ്റായി. മക്കാരിക്കായെ പോലെ ഒരാൾ എൻ്റെ നാട്ടിലും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സഹദേവന്മാർ. അത് നമ്മൾ ഇൻ്റർവ്യൂവിലും പറഞ്ഞിരുന്നു. ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നത് എവിടെയോ ഈ പറയുന്ന മക്കാരിക്കായും പീറ്ററും സഹദേവനും ഒക്കെ നിങ്ങൾ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടാവും ലൈഫിൽ. ആ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പടം കണക്ട് ആയിട്ടുണ്ട്. ജഗദീഷേട്ടൻ പറഞ്ഞ വാചകമാണ്, കാതൽ പോലൊരു സിനിമ ഏത് കോടി ക്ലബിൽ കയറുമെന്ന് വിചാരിച്ചില്ല. അതുപോലെ തന്നെയാണ് ആഭ്യന്തര കുറ്റവാളിയും സംസാരിക്കപ്പെടാൻ പോകുന്നത്. നിർമ്മാതാവിന്റെ രീതിയിൽ ആ സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോൾ എന്ത് തോന്നി? അല്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു മോശം സിനിമ എടുത്ത് കാശുണ്ടാക്കുന്നതിന് സന്തോഷം, നല്ലൊരു സിനിമ എടുത്ത് നല്ല സിനിമ എന്ന് പറഞ്ഞു കേൾക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത് ഈ സിനിമ ആയിക്കോട്ടെ, കഴിഞ്ഞ പടം ആയിക്കോട്ടെ, 2 പടത്തിൽ ഞാൻ ഹാപ്പിയാണ്. ഫിലിമോഗ്രഫി എടുത്ത് നോക്കുമ്പോൾ മോശം അത് ഇപ്പോൾ കുറച്ച് ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് 2 സിനിമയും നിങ്ങളെടുത്ത സിനിമകൾ 2ഉം നല്ലതാണ് എന്ന് പറയുന്നത്. മറ്റത് ചിലപ്പോൾ പറയുമല്ലോ പടം മോശമാണ് പക്ഷെ ഒരുപാട് കളക്ട് ചെയ്തു. ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചതും അങ്ങനെ വലിയ വൽഗാർ ഉള്ളൊരു പടങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമകളോ ഒന്നും എനിക്ക് അങ്ങനെ നമ്മളുടെ വരുന്നതും ഇങ്ങനത്തെ സിനിമകളാണ്. അതാണ് അതിൻ്റെ സത്യം. ഒരുപക്ഷെ നമുക്ക് വരുന്ന ആക്ഷൻ പടം ചെയ്യാനോ അങ്ങനെ വരാറുണ്ട്, പക്ഷേ ഇത് 2ഉം ഇഷ്ടപ്പെട്ടിട്ട് ചെയ്ത് തന്നെയാണ്. എന്തായാലും സേതു ഈ കഥ പറയുമ്പോഴും ഞാനൊരു ഭയങ്കര തിയേറ്ററിൽ കൊമേഴ്ഷ്യൽ സക്സസ് പ്രതീക്ഷിച്ചല്ല ഇറങ്ങി. ഈ സിനിമ വർക്കാവും, ഓഡിയൻസിന് നല്ലൊരു സിനിമ എന്ന് പേര് കിട്ടും. അത് സേതുവിന് എൻ്റെ ചിന്ത എന്തായാലും അത് നന്നായി. സേതു അത് ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. സിനിമ കണ്ട ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ഞാൻ പറയാണ്. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. അതിഗംഭീരമായിട്ട് സിനിമ മുന്നോട്ട് പോട്ടെ, ആളുകൾ ഇനിയും ചർച്ച ചെയ്യട്ടെ. താങ്ക് യു.